ഗാസയിലേക്ക് പരിമിതമായ അളവിൽ മാനുഷിക സഹായം അനുവദിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപനം. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും ആഗോള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി. എന്നാൽ സഹായം എപ്പോഴെന്നോ എങ്ങനെയെന്നോ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ ഗാസയിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട സാഹചര്യവുമുണ്ട്. ആയിഷത്തുൽ ഷംന തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഷംന, നമുക്കറിയാം, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ഉള്ള ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെയാണ് ഗാസയിലെ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ ഈ സാഹചര്യത്തിൽ നടന്നിരുന്നു. അതിനൊടുവിലായിരിക്കാം ഇസ്രായേൽ ഇത്തരത്തിൽ ഈ സഹായ ട്രക്കുകളൊക്കെ ഗാസയിലേക്ക് എത്തും വിധമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കാമെന്നുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അത് എന്നു മുതൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല, അല്ലേ? അതെ ആര്യ, ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രതീക്ഷ നൽകുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലായി പല രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലെ വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വ്യാഴാഴ്ച രാത്രിയോട് കൂടി തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 500ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ കുട്ടികളടക്കം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിനിടെയാണ് ശനിയാഴ്ച ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നത്. ഇതിൽ വെടിനിർത്തൽ ഒപ്പം തന്നെ ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യൽ, അതായത് ഇസ്രായേൽ തടവുകാരെ ഫലസ്തീനിലും ഒപ്പം തന്നെ ഫലസ്തീനികളെ ഇസ്രായേൽക്കാരും തടവിലാക്കിയിട്ടുണ്ട്. ഇവരുടെ മോചനം, മറ്റ് അവശ്യ സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള സഹായ ട്രക്കുകളുടെ കടത്തിവിടൽ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതും. എന്നാൽ ചർച്ച പൂർണ്ണമായിട്ടില്ല. അതിനിയും തുടരുമെന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഔദ്യോഗിക അറിയിപ്പ് വന്നതും. കഴിഞ്ഞ 3 മാസമായി ഗാസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ സാധനങ്ങൾ, ഇന്ധനം എല്ലാം പൂർണ്ണമായും അതിനുമേൽ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇസ്രായേലിൻ്റെത്. ഇതോടുകൂടി UN മനുഷ്യാവകാശ വക്താവ് ഒപ്പം തന്നെ മറ്റ് ഭക്ഷ്യസുരക്ഷാ മേധാവികളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വലിയ ആശങ്ക സൃഷ്ടിക്കുമെന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നൊക്കെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സഹായ ട്രക്കുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായി ഇസ്രായേൽ എത്തുന്നത്. അതായത് പ്രതിദിനം 400 സഹായ ട്രക്കുകൾ എത്തിക്കണം എന്നായിരുന്നു ഗാസയുടെ ആവശ്യം. അത് അംഗീകരിച്ചു എന്നത് കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ആവശ്യമായ സാധനങ്ങൾ കടത്തിവിടാൻ തീരുമാനമുണ്ടാകും. സഹായ ട്രക്കുകൾ കടത്തിവിടുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മറുപടി. പക്ഷെ എത്രത്തോളം അത് നിലവിൽ വരും അല്ലെങ്കിൽ എത്രത്തോളം അതിൽ പ്രതീക്ഷയുണ്ട് എന്ന കാര്യത്തിൽ ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി ഇല്ല ആര്യ. തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.